ഡിസംബർ 22 റിലീസാവുന്ന അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗ് എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറും അതിലൊരു പ്രധാന വേഷമാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഹാഷിം ഷാ. അടിയന്തരാവസ്ഥക്കാലത്തെ നായകൻ്റെ അച്ഛനായിട്ട് വേഷം ചെയ്തതാണ്. ഞാൻ TS ജയരാജ്, മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ സ്വദേശം പുനലൂരാണ്. കൂടുതലും എറണാകുളം, ട്രിവാൻഡ്രം ആണ് കൂടുതലും ഉള്ളത്. പിന്നെ അത് കൂടാതെ മ്യൂസിക് മാത്രമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഗീത വിദ്യാലയം ഉണ്ട്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഇപ്പോൾ നിലവിൽ. അതെവിടെയാണ്? ഇത് പുനലൂരാണ്. അത് 1901 തുടങ്ങിയ സ്കൂളാണ്. 1901 തുടങ്ങിയ സ്കൂളാണ്. അതായത് രാജഭരണം നടക്കുന്ന കാലഘട്ടത്തിലുള്ള സ്കൂൾ. ഇപ്പം 123 വർഷം. അതിൻ്റെ ഒരു പിൻഗാമിയാണ്. അതിൻ്റെ പിൻഗാമിയാണ്. ഞാൻ 4ാമത്തെ തലമുറയാണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ടുപേരും ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഞാൻ അഷ്റഫൊക്കെയായിട്ട് വളരെ വർഷങ്ങളുടെ ബന്ധം എനിക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഈ സംഗീതം പാരമ്പര്യമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് മുതൽ ഈ പാട്ട് പാടാനുള്ളൊരു ആഗ്രഹം വളരെ കൂടുതൽ. ഞാൻ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഇപ്പോൾ പാടിയ യേശുദാസ് ആവാം, ശ്രീമാറാകാം. അപ്പം അങ്ങനൊരു ചിന്തയിലാണ് ഈ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പാട്ടുകാരനാവാൻ പറ്റിയില്ല. സോ ഒരു ഗോഡ് ബ്ലെസ്സിങ് എന്ന് എടുത്ത് പറയാൻ നമുക്കവിടെ കിട്ടിയത് ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരുന്നത്. അപ്പം അത് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടത്, എൻ്റെ വലിയ മുത്തശ്ശൻ, എൻ്റെ അച്ഛൻ, ഇവരെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സാണ്. KPAC എന്ന് പറയുന്ന കേരള പീപ്പിൾ ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടന കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടാവും. ഇതുണ്ടാവുന്ന പുനലൂരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് KPAC ആദ്യം രൂപപ്പെടുന്നത്. അന്ന് 1948 ഇതിൻ്റെ ആലോചനാ യോഗങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സംഗീത സ്കൂളിലാണ്. അപ്പം അന്നത്തെ കാലഘട്ടമൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെ കിട്ടിയത് തൊട്ട് പറയില്ല. അപ്പോൾ അങ്ങനെ വന്ന ആ കാലയളവിലാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളർത്തുന്നതിന് വേണ്ടിയായിട്ട് ഈ നാടക ട്രൂപ്പ് തുടങ്ങിയത്. അങ്ങനെ ആ നാടക ട്രൂപ്പിൽ ആദ്യത്തെ സംഗീത സംവിധായകനായിരുന്നു എൻ്റെ മുത്തശ്ശൻ രാമസ്വാമി ഭാഗവതർ. അങ്ങനെ എൻ്റെ മകനാണ് ശരി ആദ്യ നാടകം പൊന്നൂർ ബാലൻ സാറിൻ്റെ വരികൾക്ക് സംഗീതം ചെയ്തുകൊണ്ട് അദ്ദേഹം ജൈത്രയാത്ര തുടങ്ങി ആദ്യത്തെ 6-7 നാടകങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതുപോലെ സർവേക്കല്ല്, മുടിയനായ പുത്രൻ തുടങ്ങിയ ഒരുപാട് നാടകങ്ങൾ, ഒരുപാട് പാട്ടുകൾ അദ്ദേഹം സംഗീതം ചെയ്തു. പിന്നെ അച്ഛൻ സംഗീത സംവിധായകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ വന്ന് ആ ഒരു പാരമ്പര്യമാണ് എന്നിലേക്ക് അറിയാതെ തന്നെ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്നുള്ള സിനിമ, അന്ന് പേരിട്ടിട്ടില്ല, അഷ്റഫക്ക എന്നെ വിളിക്കുന്നു. അഷ്റഫക്കയാണ് എന്നെ കൈ പിടിച്ചുകൊണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഫസ്റ്റ് ഫിലിമാണോ ഇത്? ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അതിനുശേഷം ഇപ്പോൾ 2-3 സിനിമകൾ ചെയ്ത് കഴിഞ്ഞു. പാട്ടുകൾ കമ്പോസിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് ഫസ്റ്റ് സിനിമ അഷ്റഫക്കയുടെ കൂടെയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് സംഗീത സംവിധാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഗുരു എന്ന് സിനിമയിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ജെറി അമൽദേവ് സാർ. അപ്പം ജെറിയെങ്കിൽ മാനസ ഗുരുവായിട്ട് ഞാൻ സങ്കല്പിച്ചു. എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ മോഹൻലാലിൻ്റെയൊക്കെ 2ാമത്തെ ഫിലിമായിരുന്ന മഞ്ഞൾ വിരിഞ്ഞ പൂക്കളൊക്കെ കേട്ടാണ് ഞാൻ കൂടുതൽ വളർന്നതും പാടിയതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും. അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മുടെ ഈ സിനിമയിൽ പ്രണയഗാനം, പ്രണയത്തിൻ പൂവേ എന്ന ഗാനം ഞാൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ആദ്യം അഭിനയിച്ച സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമുണ്ട്, മഞ്ഞണിക്കൊമ്പിൽ. ആ രാഗത്തിലാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ വന്നതാണ്. ഹമീർ കല്യാണി എന്നാണ് രാഗത്തിൻ്റെ പേര്. ആ രാഗത്തിലാണ് പ്രണയത്തിൻ പൂവേ പ്രേമത്തിൻ തേനേ നീ എൻ മനസ്സിൽ കുളിർമഴയായി എന്ന് ഞാനത് കമ്പോസ് ചെയ്തു. ഇതാണ് എൻ്റെ അതിലേക്കുള്ള ഒരു പരമ്പര. പിന്നീട് സംഗീത കോളേജ്, മ്യൂസിക് അക്കാഡമിയിലൊക്കെ എൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ സംഗീത കോളേജിലായിരുന്നു. പിന്നീട് ആകാശവാണി, ദൂരദർശനിലേക്ക് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഇതാണ് എൻ്റെ ഒരു പശ്ചാത്തലം. താങ്കൾ എങ്ങനെയാണ്? ഞാൻ ഇതിപ്പോൾ ജയചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ചേട്ടനെ പോലെ അത്രയും വലിയൊരു സംഗീത കുടുംബത്തിലുള്ള ആളാണ്. പക്ഷെ ഞാൻ ഒരു 25 ഏകദേശം 28-30 വർഷത്തിനടുത്താണ് ഞാൻ പാടിയാണ് ജീവിക്കുന്നത്. പാട്ടുകാരനാണ്, ഓൾറെഡി പാട്ടുകാരനാണ്. അത് ചേട്ടനെ പോലെ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ബേസ് ഒന്നുള്ള ഒരാളല്ല. അത്യാവശ്യം തട്ടുപൊളിപ്പം പാട്ടിൻ്റെ ആളാണ്. അടിപൊളി പാട്ടുകൾ പാടുന്ന എല്ലാം പാടും, അത്യാവശ്യം എല്ലാം പാടും. പലരെയും പാടുന്നുണ്ട്. പക്ഷെ കാറ്റഗറൈസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ സ്റ്റേജിലാണോ? സ്റ്റേജ് സിംഗറാണ്. ഒരു തമിഴ്നാട്ടിലും പിന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഞാൻ സാഗര എന്ന് പറയുന്ന കേരളത്തിലെ ട്രിവാൻഡ്രത്തെ വളരെ പ്രശസ്തമായ 38 വർഷം പഴക്കമുള്ള ഗ്രൂപ്പിൽ
ഇപ്പോൾ ഒരു 14 വർഷം കൊണ്ട് പാടുന്ന ഒരാളാണ്. പിന്നെ ഈ സിനിമയിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിനേതാവായിട്ടാണ്. അല്ല, അഭിനേതാവായിട്ടാണോ? പാട്ടുകാരനായിട്ടേ അല്ല. പാട്ടില്ല, സംഭവമേ ഇല്ല. വേറെ ഒന്നുമല്ല, അഷ്റഫ് ഖാൻ ഞാനും കുറേ കാലത്തിന് മുമ്പേ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എപ്പി ഫ്രണ്ട്സാണ്. പക്ഷേ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അഷ്റഫ് ഖാൻ അങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഒരു തമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു കമൻസ് ഒക്കെ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇതുപോലെ പ്രോഗ്രാം ഞാൻ പോകാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് 11:35 ട്രെയിനിൽ കയറി. ഞാൻ 2:30 ആയപ്പോൾ തിരുനെല്ലിയിലെത്തി. നല്ല വിശപ്പ്, 2:30 മണിയായി. കഴിക്കാനായിട്ട് ഹോട്ടലിലോട്ട് പോകുമ്പോൾ എനിക്ക് കോൾ. അപ്പോൾ നമുക്ക് ട്രൂ കളറുണ്ട്, ആലപ്പി അഷ്റഫ് എന്ന് ഓൾറെഡി പേര് വന്നു. അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കറിയാം, എനിക്ക് വേറെ ആലപ്പി അഷ്റഫ് എന്ന് വേറൊരു മനുഷ്യനും പരിചയമില്ല ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനത് ഇതുപോലെ ഞാനൊരു പുതിയ പടം ചെയ്യുന്നുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ആദ്യം ചോദിച്ചു. ഞാൻ പിന്നെ 100% താല്പര്യമേ ഉള്ളൂ, അഭിനയിക്കാൻ താല്പര്യമുണ്ട്. താടി മുടിയൊക്കെ എപ്പോഴും ഉണ്ട്, അങ്ങനെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതുപോലെ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇല്ല, എഫ്ബിയിൽ മാത്രം കണ്ടിട്ടുണ്ട്. താടി മുടിയൊക്കെ കാണുന്ന ഫോട്ടോസ്, അല്ലാതെ ഉള്ള ഫോട്ടോസ്, എല്ലാ ഫോട്ടോസും. എനിക്ക് തോന്നുന്നു അതിനകത്ത് തിരുവത്താഴത്തിന്റെ സീനകത്തൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം സജസ്റ്റ് ചെയ്തു. ഒരു താടിയോ വെപ്പും മുടിയോ ഒന്നുമില്ല, ഒറിജിനൽ ആയിട്ട് പക്ക വിഷ്വൽ ബ്യൂട്ടി പക്ക ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യേശുക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, ഞാൻ അതായത് തിരുത്തിക്കൊണ്ട് പറയുന്നതല്ല, അത് കറക്റ്റ് യേശുക്രിസ്തുവായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഹാഷിം ഷാഹിദ് ഇവിടെ ഒരു ഇതുണ്ട്. അല്ല, ഞാൻ പോലും അന്തമിട്ട കാര്യം എന്താണെന്നറിയോ? അപ്പൊ എന്നിട്ടിങ്ങനെ എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മോനെ നമുക്ക് എനിക്ക് നേരിട്ടൊന്ന് കാണണം പറഞ്ഞു. നമ്മൾ ശരിയൊക്കെ ഞാൻ വരാം. അപ്പൊ ആ സമയത്ത് സമയം കൂടെയാണ്, തമിഴ്നാട് സീസണാണ്. അപ്പൊ നമ്മുടെ ഉപജീവന മാർഗം അതാണല്ലോ, വേറെ ഒന്നും അറിയത്തില്ല. അപ്പം ഇതുപോലെ അവിടെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഈ അന്ന് വിളിക്കുന്നത് ഒരു 9-ാം തീയതിയോ 10-ാം തീയതിയോ ആണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മുതൽ അതിന്റെ തലേദിവസം ഉണ്ടായിരുന്ന പ്രോഗ്രാം, അതിന് വീട്ടിൽ വന്നിട്ട് ഞാൻ പോകുന്നതാണ്. അന്ന് മുതൽ 28-ാം തീയതി കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ ദിവസം വരെ എനിക്ക് വരാൻ പറ്റില്ല. ഞാനൊരു ഫിലിം ഡയറക്ടറിന്റെ അടുത്താണ് പറയുന്നത്. എനിക്ക് മനസ്സിലൊരു പേടിയുണ്ട്, സിനിമയിൽ നല്ലൊരു ഇത് വരുമ്പോ ഫസ്റ്റ് പടം, ആദ്യ പടം. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് ഞാൻ ഫസ്റ്റ് മുതലേ പാടുമായിരുന്നു. എൻ്റെ ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ യാതൊരു പിന്നെ എന്താ പറയുക, ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിലുള്ള ആളൊന്നുമല്ല. അത്യാവശ്യം അപ്പം ചെറുതായിട്ട് അങ്ങോട്ട് മൂളിപ്പാട്ട് പാടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്കൊരു പാട്ടിൻ്റെ ഉള്ളൊരു കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു മേഖല വെച്ച് ഒരു 10-14 വയസ്സ് മുതലേ പാട്ടാണ്. പാട്ട് മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു ആദ്യം. മിമിക്രിയിൽ സ്റ്റേറ്റ് വിന്നറായിരുന്നു. തുടർച്ചയായിട്ട് 2 വർഷം സ്റ്റേറ്റ് വിന്നറായിരുന്നു. ഞാൻ പഠിക്കുന്നത് സ്റ്റേറ്റ് വിന്നറാണ്, ചെറിയ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എല്ലാം കിട്ടൂ. ഏതെങ്കിലും ഒരു ഏറ്റവും കൂടുതൽ അന്ന് ചെയ്തിരുന്ന എന്താ വെച്ചാൽ അന്നൊക്കെ ഈ എന്താ പറയാ, അന്നൊക്കെ എന്തോ ചെയ്തെന്ന് പോലും ഇപ്പോൾ ഒരു പിടിയില്ല. അന്ന് നമ്മുടെ സുരാജേട്ടൻ പറഞ്ഞ ഒരു അതായത് പുള്ളി ഈ കേരളോത്സവത്തിന് ഫസ്റ്റ് വാങ്ങിച്ചൊരു മിമിക്രി ഐറ്റമുണ്ട്. അതിനെ പുള്ളി ഒന്ന് ഡെവലപ്പ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നു. അത് ഞാൻ അവതരിപ്പിച്ചു, എനിക്ക് ഫസ്റ്റ് കിട്ടി. 2 വർഷം തുടർച്ചയായിട്ട് ആ സാധനം തന്നെ ചെയ്തു. അതിന് കുറച്ചുകൂടെ പിറ്റേ വർഷം കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതുപോലെ അത് കഴിഞ്ഞ് പറഞ്ഞ് വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം തിരുനെൽവേലി കിടക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് ഒന്ന് കാണുന്നത് വലിയൊരു കഷ്ടമാണ്. ഞാൻ പറഞ്ഞു അത് 28 വരെ പേടിച്ചാണ് പറഞ്ഞത്. അത് ആ പേടി ഇപ്പോഴും ഉണ്ട്. ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ സംസാരിക്കണം. ഇപ്പം സംസാരിക്കും ഫോണിൽ സംസാരിക്കാം. ജസ്റ്റ് ഒന്ന് കാണുമല്ലോ ഞാൻ എത്ര തടിയുണ്ട്, പൊക്കമുണ്ട്, എങ്ങനെയാണെന്നുള്ളത്. ഒരു ജീസസ് ആയിട്ടൊക്കെ ഒരു നാടകത്തിൽ തോന്നണല്ലോ. അല്ല അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് പോലും അങ്ങനെ തോന്നുന്നില്ലല്ലോ ആ സമയം. അല്ല കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കാണാൻ ഇങ്ങനെ ജീസസിന്റെ ഒരു ചെറിയ കട്ടുണ്ട്, പിന്നെ ജയസൂര്യയുടെ കട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അതൊന്നും ഇതാക്കില്ല, കാരണം വേറെ ഒന്നുമില്ല, കാര്യമില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്ന സമയത്താണ് പറഞ്ഞെങ്കിൽ ശരി ഒന്ന് ട്രൈ ചെയ്യാം, അങ്ങനെ ഒരു വിഗ്രഹങ്ങൾ ചെയ്യാൻ കഴിയും, അതും ഇല്ല. അപ്പം ശരി ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ വന്ന് കാണാം, പക്ഷെ 28 വരെ പറ്റില്ല. പറഞ്ഞാൽ ഞാൻ ഇവിടെ ചിത്രാഞ്ജലിയിൽ വരുന്നുണ്ട്, അപ്പോൾ ആ ഒരു ദിവസം ട്രിവാൻഡ്രം വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ശരി ഓക്കെ അതും ഓക്കെ ഡാ. അപ്പോൾ തിരുനെല്വേലിയിൽ നിന്ന് ട്രിവാൻഡ്രം വരാൻ വലിയ പ്രശ്നമുള്ള സംഭവമല്ല, നമുക്ക് രാവിലെ വന്നിട്ട് കണ്ടിട്ട് പോയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഞാൻ വെയിറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു മറ്റന്നാൾ ട്രിവാൻഡ്രം വരുന്നുണ്ട്, 3 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനും നോക്കി, ശരി ഈ ദിവസം പോവാം, ശരി ഓക്കെ. വന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ അതിൽ ആർട്ട് ചെയ്തിരുന്നു സുനിലേട്ടനും ഉണ്ടായിരുന്നു. അപ്പം വന്ന് കണ്ടു, പുള്ളി ഓക്കെ. അപ്പം പറഞ്ഞാൽ 22 വയസ്സായ ഒരു പയ്യൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അതുപോലെ ജീസസിൻ്റെ ഒരു സംഭവം, മുടിയൊക്കെ ഒന്ന് അഴിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്, ഇപ്പോഴും ഇങ്ങനെയാണ് സംഭവം. കഴിച്ചു ഓക്കെ. അവന് വജ്രം പോലെ ഉറപ്പാണ്, പടത്തിൽ നീ ഉണ്ട്, ഇതാണ് വേഷം.
ഒരു ബൈബിൾ നാടകത്തിലെ ജീസസ് ആയിട്ട് അഭിനയിക്കുന്ന ഇംഗ്ലീഷ് പടം നാടകകലാകാരനാണോ? നായകന്റെ നാടകകലാകാരനാണോ? നാടകകലാകാരനാണ് സബ്ജക്ട്. അതിൽ നാടകകലാകാരനാണ്. നാടകം അഭിനയിച്ച് ദരിദ്രനായി പോയ ഒരു പാവപ്പെട്ട അങ്ങനെ ഒരു കാരണം വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള വേറെ എന്ന് പറയാൻ ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. ഒരു സോഫ്റ്റ് ആയിട്ട് മകന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ്. പക്ഷെ അത് ഒരുപാട് സിനിമയിൽ അങ്ങനെ കാണിക്കാനുള്ള ഇതില്ല. എങ്കിലും കുറെ ഉണ്ട്. ഒരു പാവപ്പെട്ട ഒരു നാടക കലാകാരൻ ഒരു ബൈബിൾ നാടകത്തിൽ അഭിനയിക്കും ജീസസ് വേഷം ചെയ്ത് ഒരു എന്താ പറയാ ഞാൻ ഈ പറഞ്ഞ കണക്ക് മിമിക്രിയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും അത് വർഷം ഒരുപാടായി. ആ ഒരു ഇതൊന്നും ഇല്ല. വിടാൻ കാരണം എന്താണ്? വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സരിക എന്ന് പറഞ്ഞ സരിക എന്ന് പറഞ്ഞ മ്യൂസിക്കിലാണ് ഒരു വർഷം ഒരു 300-400 പ്രോഗ്രാം വരെ ഉണ്ടാവും. അതും സീസൺ സമയത്താണ് ഇത്രയും പ്രോഗ്രാം. ആ സമയത്ത് തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കുന്നതിൻ്റെ ഒരു മാത്രമായിട്ട് അവർ തന്നെ ഗാനമേള തുടങ്ങിയപ്പോൾ സരികയിൽ നിന്നാണ് ഗാനമേളയിലോട്ട് പിന്നെ എൻ്റെ ഫുൾ ടൈം ഗായകനായിട്ട് ഞാൻ മാറി. അവിടെ നിന്നിപ്പം സാഗരം എന്ന് പറഞ്ഞാൽ രാഗമാലികയിൽ ഒരു 7 വർഷം പാടിയിട്ടുണ്ട്. സാഗരം വന്നിട്ട് 14 വർഷമായി. സരികയിൽ 2-3 വർഷം പാടിയിട്ടുണ്ട്. അങ്ങനെ പാട്ടുകാരനായിട്ട് തമിഴ്നാട് ഇവിടെ വിദേശ പരിപാടികൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അതെ.